നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വിധി വന്നതിനു ശേഷം കുറ്റക്കാരിൽ ഒരാളായ മാർട്ടിന്റെ വീഡിയോ പുറത്തുവന്നത് വലിയ വിവാദമായിരുന്നു. അതിജീവിതയുടെ പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിക്കുകയായിരുന്നു മാർട്ടിൻ. പോലീസ് സംഭവത്തിൽ നടപടിയെടുത്തു. ദിലീപിനെ കേസിൽ കുടുക്കിയതാണെന്ന് വാദിച്ച് പലരും വിരൽ ചൂണ്ടിയത് നടൻ ലാലിനും ലാലിന്റെ മകൻ സംവിധായകൻ ജീൻ പോൾ ലാലിനും നേരെയായിരുന്നു. ലാലിന്റെ പ്രൊഡക്ഷൻ ഹൗസ് അയച്ച വണ്ടിയിൽ വെച്ചാണ് ആക്രമണം നടന്നത്. ആ സിനിമയുടെ സംവിധായകൻ ജീൻ പോൾ ലാലുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിജീവിതയുടെ അഡ്വക്കേറ്റായ ടി ബി മിനി പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയായിരുന്നു. ലാലിന്റെ സ്റ്റുഡിയോയുടെ പങ്കാളി ആരാണെന്ന് അറിയാമോ? പൾസർ സുനിയും മാർട്ടിനും ലാൽ ക്രിയേഷൻസിന്റെ ഡ്രൈവർമാരാണെന്നല്ലേ നിങ്ങൾക്കറിയുന്നത്? അതിലെ പാർട്ണർ ആരാണെന്ന് അറിയാമോ? ദിലീപാണ്. അപ്പോൾ അവരെ അപ്പോയിന്റ് ചെയ്തത് ആരായിരിക്കും? ഇതൊന്നും കോടതിക്ക് വിഷയമല്ല, അന്വേഷിച്ചിട്ടുമില്ല. ഇപ്പോൾ ഇവരുണ്ടാക്കിയ കഥ ലാലിന്റെ മകനെ കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ ഒരു കേസൊന്നും നിലനിൽക്കില്ല എന്നാണ് ടി ബി മിനി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ മറ്റൊരു വാദം തന്നെ രംഗത്ത് വരുന്നുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ കോടതി കുറ്റമുക്തനാക്കിയതോടെ നടൻ ലാലിനും മകനായ സംവിധായകൻ ജീൻ പോൾ ലാലിനുമെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചാണ് യൂട്യൂബറായ സായി കൃഷ്ണ രംഗത്ത് എത്തിയിട്ടുള്ളത്. ഇപ്പോഴിതാ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് എത്തിയിരിക്കുകയാണ് സായി. ആക്രമിക്കപ്പെട്ട നടി അഭിനയിച്ച സിനിമയിലെ മറ്റൊരു നടി ജീൻ പോൾ ലാൽ, ശ്രീനാഥ് ബാസി, പ്രൊഡക്ഷൻ കൺട്രോളർ അനൂപ് എന്നിവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്ന് സായി കൃഷ്ണ ചൂണ്ടിക്കാട്ടുന്നു. പിന്നീട് ആക്രമിക്കപ്പെട്ട നടി വണ്ടി ആവശ്യപ്പെട്ടത് ഈ അനൂപിനോടായിരുന്നു. ഇക്കാര്യം മനോജ് കാരന്തൂർ എന്ന വ്യക്തി അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നെന്നും സായി കൃഷ്ണ ചൂണ്ടിക്കാട്ടി. നടി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപുമായാണ് സംസാരിച്ചത്, ഞാനുമായല്ല. വണ്ടി വിട്ടുകൊടുക്കാൻ അനൂപ് പറഞ്ഞു. 4 മണിയായപ്പോൾ വണ്ടി ഞാൻ വിടുകയും ചെയ്തു എന്നാണ് മനോജ് കാരന്തൂർ പറഞ്ഞത്. ഈ അനൂപ് തന്നെയാണ് ജീൻ പോൾ ലാലിനുമെതിരെ വന്ന കേസിലുണ്ടായിരുന്നത്. അനൂപ് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. മറ്റൊരു നടി ഇയാൾക്കെതിരെ പരാതി ഉന്നയിച്ചിരിക്കെ അന്ന് അന്വേഷിക്കേണ്ടതായിരുന്നെന്നും സായി കൃഷ്ണ പറഞ്ഞു. ഈ കേസ് പിന്നീട് ഒത്തുതീർപ്പാവുകയാണ് ഉണ്ടായത്. നടി ആക്രമിക്കപ്പെട്ട കേസ് മുന്നോട്ട് പോകവെയാണ് ഈ കേസും ചർച്ചയായത്. നനഞ്ഞിടം കുഴിക്കാനുള്ള ശ്രമമാണെന്നാണ് അന്ന് ജീൻ പോൾ ലാലിനെ പിന്തുണച്ചുകൊണ്ട് ലാൽ പറഞ്ഞത്. സ്വന്തം മകന്റെ സെറ്റിൽ ലാൽ അഭിനയിക്കുകയും ചെയ്യുന്ന സെറ്റിൽ ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായെന്ന് പുറംലോകം അറിഞ്ഞാൽ അതിനെ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ലിങ്ക് ചെയ്യാൻ മീഡിയ വരുമോ എന്ന് ചിലപ്പോൾ ലാൽ ചിന്തിച്ചു കാണും. എന്നാൽ ആരും അന്വേഷിച്ച് ചെന്നതുമില്ല, ആരും കണക്ട് ചെയ്തതുമില്ല. അന്വേഷണ സംഘം ഈ ഭാഗങ്ങളൊന്നും തൊട്ടിട്ടില്ലെന്നും സായി കൃഷ്ണ പറഞ്ഞു. 2016 നവംബർ 16 ഹണീബി 2ന്റെ ചിത്രീകരണത്തിനിടെയാണ് സംഭവം ഉണ്ടായത്. യുവനടി കൊച്ചിയിലെ ഹോട്ടലിൽ എത്തുകയും ഇവരോട് സിനിമയിൽ അഭിനയിച്ചതിന്റെ പ്രതിഫലം ചോദിച്ചു. എന്നാൽ ജീൻ പോൾ ലാൽ ഉൾപ്പെടെയുള്ളവർ ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും തന്റെ അനുവാദമില്ലാതെ മറ്റൊരാളുടെ ശരീരഭാഗങ്ങൾ ചിത്രീകരിച്ച് തന്റേതെന്ന രീതിയിൽ പ്രചരിപ്പിച്ചെന്നും പരാതിയിൽ ഉന്നയിച്ചിരുന്നു. അതേസമയം തന്നെ നടനും നിർമ്മാതാവുമായ ലാലിനെയും മകൻ ജീൻ പോൾ ലാലിനെയും സംശയ നിഴലാക്കിയാണ് സായി കൃഷ്ണ സംസാരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ടത് ജീൻ പോൾ ലാലിന്റെ സിനിമാ സെറ്റിൽ നിന്നും പോകവെയാണ്. ഇവർ നൽകിയ വണ്ടിയിലാണ് നടി പോയത്. ഇതിൽ ലാലിനെയും മകനെയും കൃത്യമായി അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നിട്ടില്ലെന്ന് സായി കൃഷ്ണ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ലാലും ദിലീപും സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതെല്ലാം സായി കൃഷ്ണ കൂട്ടി വായിക്കുന്നു. ആ ലേഡി ഓടിച്ചെന്നത് ലാലിന്റെ അടുത്താണ്. നടന്ന കാര്യങ്ങൾ ആദ്യം പറയുന്നത് ലാലിനോടാണ്. ഈ വിഷയം അറിഞ്ഞ സമയത്ത് ഇത് ചെയ്ത ആളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നെന്ന് ലാൽ പറഞ്ഞിട്ടുണ്ട്. ദിലീപ് ഇപ്പോഴും സംശയനിഴലിൽ നിൽക്കുമ്പോൾ ലാൽ എന്തിനു പോയി കൈ കൊടുത്തു എന്ന ചോദ്യം പലർക്കും ചോദിക്കാം. ലാൽ ഇപ്പോഴും ദിലീപിനെ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ നടിയെ ഫോളോ ചെയ്യുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോളോ കൊണ്ട് എന്തെന്ന് ചോദിക്കുന്നവരുണ്ടാകും. ഇത് ഫോളോ ചെയ്യുന്നതിൽ മാത്രം നിൽക്കുന്ന കാര്യമായി എനിക്ക് തോന്നുന്നില്ല. ദിലീപ് കുറ്റക്കാരനാണെന്ന് താൻ കരുതുന്നില്ലെന്ന് ലാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും സായി കൃഷ്ണ ചൂണ്ടിക്കാട്ടി. അതിജീവിതയുടെ അഭിഭാഷക ടി ബി മിനി കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം സായി കൃഷ്ണ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലാലിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ ദിലീപും പങ്കാളിയായിരുന്നെന്ന് ടി ബി മിനി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പോലീസ് സിസ്റ്റമാണ് ഇവിടെ പരാജയപ്പെട്ടതെന്ന് സായി കൃഷ്ണ വിമർശിക്കുന്നു. കോടതിയിൽ ഈ കേസ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ കാണിച്ച അലംഭാവമാണ്. ഒരാളെ പ്രതിയാക്കാനാണ് ഒരു വിഭാഗം പോലീസുകാർ ശ്രമിച്ചത്. ലാലിന്റെ സിനിമാ സെറ്റിൽ പൾസർ സുനി ലഹരി കച്ചവടം നടത്തിയെന്ന പോലീസ് ഇൻഫർമേഷൻ ആ സമയത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുറെ ദുരൂഹതകൾ ഇതിനകത്തുണ്ട്. ക്രൂരകൃത്യം ചെയ്ത പൾസർ സുനിയുടെ ഹിസ്റ്ററി കേസുമായി ലിങ്ക് ചെയ്തതായി തോന്നുന്നില്ല. ഇതുപോലെ നടിമാരെ മുമ്പ് തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടോ? ആർക്ക് വേണ്ടിയാണ് ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തതെന്നൊന്നും പോലീസ് അന്വേഷിച്ചിട്ടില്ല. 8ാം പ്രതിയായ ദിലീപിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പോയപ്പോഴാണ് ഈ കേസ് വീണത്. വേറെ കുറെ ഗൂഢാലോചന ഇതിന് പിന്നിൽ കളിച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും പോലീസ് തൊട്ടതായി എനിക്ക് തോന്നുന്നില്ല. ലാൽ മീഡിയയിൽ വെച്ചാണ് നടിയുടെ ദൃശ്യങ്ങളിലെ ശബ്ദം ആംപ്ലിഫൈ ചെയ്തതെന്ന് വിധിന്യായത്തിൽ പറയുന്നുണ്ട്. ലാലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൃത്യമായി സഹകരിച്ചിരുന്ന ആളുകളായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഇതേക്കുറിച്ച് അന്വേഷിച്ചില്ലെന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അന്വേഷണം ശരിക്കും ആരെ രക്ഷിക്കാനായിരുന്നു? ആരാണെന്ന് എന്റെ മനസ്സിലുണ്ട്, ഇപ്പോൾ പറയുന്നില്ലെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട്. അതേസമയം തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടനും സംവിധായകനുമായി ലാൽ പറഞ്ഞ പല കാര്യങ്ങളിലും വ്യക്തതയില്ലെന്നും സായി പറയുകയുണ്ടായി.
മുമ്പും പല നടിമാർക്ക് നേരെയും പൾസർ സുനിയുടെ ഇത്തരം പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ടെന്നും അയാളുടെ ചരിത്രം അതാണ് പറയുന്നതെന്നും പഴയ വീഡിയോ ക്ലിപ്പുകൾ വാർത്തകളും വെച്ച് സംസാരിക്കുകയാണ് സായി കൃഷ്ണ പറഞ്ഞത്. നടി ആക്രമിച്ച കേസ് അട്ടിമറിക്കപ്പെട്ട സംഭവം നടന്ന ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിലാണെന്ന് പ്രസ്താവിച്ച് സായി പറയുകയും ചെയ്തു. കേസിന്റെ തുടക്കത്തിൽ ലാലിന്റെ മകൻ ആന്റോ ജോസഫ് തുടങ്ങി ഒരുപാട് പേർക്ക് നേരെ ചൂണ്ടിയ വിരലുകൾ പിന്നീട് ഇതുവരെയും അവർക്ക് നേരെ ചൂണ്ടിയിട്ടില്ലെന്നും അവർ ഈ 8 വർഷത്തിനിടെ എവിടെയും ചർച്ച വിഷയമായിട്ടില്ലെന്നും സായി പുതിയ വീഡിയോയിൽ പറഞ്ഞു. നടി ആക്രമിച്ച കേസ് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് പോയിന്റിലായിരിക്കുമെന്ന് തോന്നിയപ്പോൾ കുറെ അധികം സമയമെടുത്ത് ഞാൻ ചെക്ക് ചെയ്തത് അടുത്തിടെ നടന്ന സംഭവങ്ങളല്ല, ഇപ്പോൾ കുറെ ആളുകൾ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങളുമല്ല, ഏറ്റവും പഴയ കാര്യങ്ങളാണ് ഞാൻ വീണ്ടും പരിശോധിച്ചത്. നടിക്കെതിരെയുള്ള ആക്രമണം നടന്ന് മിനിറ്റുകൾക്കും മണിക്കൂറുകൾക്കും ഇടയിലാണ് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാത്ത ചില പോയിന്റുകളുണ്ട്. അതെല്ലാമാണ് ഞാൻ പറയാൻ പോകുന്നത്. PN നന്ദകുമാർ അടുത്തിടെ അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇരയായ പെൺകുട്ടി ആദ്യം എത്തിയത് ലാലിന്റെ വീട്ടിലാണ്. പെൺകുട്ടിയെ കൊണ്ടുവരാൻ പോയ കാറ് ലാലിന്റെ മകന്റെ കാറാണ്. ലാൽ കേസിൽ സാക്ഷിയാണോ? അല്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. ഈ കേസുമായി ബന്ധപ്പെട്ട് PT തോമസുമായി സംസാരിച്ചിരുന്നു. ലാലിന്റെ മകനെയും ചോദ്യം ചെയ്തിട്ടില്ല. ആരുടെ കാറാണോ ഉപയോഗിച്ചത് അയാളെ പോലീസ് ചോദ്യം ചെയ്യേണ്ടതല്ലേ? അത് ഇവിടെ നടന്നിട്ടില്ല. ഇതുപോലെ ഈ കേസിൽ പോലീസ് തുടക്കം മുതൽ ചെയ്തിട്ടുള്ള ചില അലംഭാവങ്ങളുണ്ട്. ഈ പരാതി കൊടുത്തത് ലോക്കൽ പോലീസ് സ്റ്റേഷനിലല്ല, ഇവിടെ നേരിട്ട് DGP ലോക്നാഥ് ബെഹ്റയാണ് ഇടപെടുന്നത്. ലോക്നാഥ് ബെഹ്റയിലേക്ക് കേസ് കൊടുക്കുമ്പോഴുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നുവെന്നതും പ്രശ്നമാണ്. ഇരയെ രക്ഷിക്കാൻ വേണ്ടിയാണോ, അവരെ ശിക്ഷിക്കാൻ വേണ്ടിയാണോ, വാദിഭാഗത്തെ രക്ഷിക്കാൻ വേണ്ടിയാണോ എന്നതെല്ലാം ഉണ്ട്. അടുത്ത സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം ഉണ്ടായിട്ടും എന്തുകൊണ്ട് DGPക്ക് പരാതി കൊടുത്തുവെന്നതും എവിടെയും വ്യക്തമാക്കിയിട്ടില്ല. അതിജീവിതയ്ക്ക് പരിചയമുള്ള ഡ്രൈവർ ആയിരുന്നു കാറിലുണ്ടായിരുന്നത്. അയാളുടെ പാസ്റ്റ് മോശമാണെന്നിരിക്കെ അതിജീവിത എന്തിന് അതേ കാറിൽ കയറി എന്നതും വ്യക്തമാക്കണം. കാറിന്റെ ഉടമ ആരാണെന്നതിനെ കുറിച്ചും പഠനം വേണം. ഉടമയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം, അല്ലെങ്കിൽ അയാൾ സാക്ഷിയാണോ എന്ന് അന്വേഷിക്കണം. ലാലിന്റെ പേര് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയിലും വന്നിട്ടില്ല. ഇങ്ങനെ നോക്കുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ദുരൂഹതകൾ ഉണ്ടെന്നത് തോന്നും എന്നാണ് PN നന്ദകുമാർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. മദ്യപിച്ച് മറ്റൊരാൾ നമ്മുടെ വാഹനം ഓടിച്ച് പിടിച്ചാൽ പോലും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഉടമ തന്നെ ചെല്ലണം, മൊഴിയെടുക്കും അവർ. നടി ആക്രമിച്ച കേസിന്റെ തുടക്കം മുതൽ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ലാലിനെതിരെയും മകനെതിരെയും വന്നിട്ടുണ്ട്. പൾസർ സുനി ഇൻഡസ്ട്രിയിലുള്ളവർക്കെല്ലാം അറിയാവുന്ന ക്രിമിനലാണ്. ഇൻഡസ്ട്രിയിലുള്ളവർക്ക് വേണ്ടിയും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയും പല ചെറ്റത്തരങ്ങളും സുനി കാണിച്ചിട്ടുമുണ്ട്. സിനിമാക്കാരുടെ ഗുണ്ടാ സെറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് പുറത്തായത്. ഇവരൊന്നും കൊണ്ടു നടക്കുന്നത് വെടിപ്പായുള്ള ആളുകളെയല്ല. സുനി സിനിമാ സെറ്റിൽ ലഹരി വിതരണം ചെയ്യുന്ന വ്യക്തിയാണെന്നും തെളിഞ്ഞിരുന്നു. ലാലിന്റെ മകൻ ആന്റോ ജോസഫ് തുടങ്ങി ഒരുപാട് പേർക്ക് നേരെ ചൂണ്ടിയ വിരലുകൾ പിന്നീട് ഇതുവരെയും അവർക്ക് നേരെ ചൂണ്ടിയിട്ടില്ല. കാറിന്റെ ഫോറൻസിക് റിപ്പോർട്ടുണ്ടോ? നടി അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയാണ് കാർ ചോദിച്ചത്. അവർക്ക് പേഴ്സണൽ കാറും ഡ്രൈവറെയും വിട്ടുകൊടുക്കുമ്പോൾ അവർ സേഫായി എത്തുമെന്ന് ഉടമ ഉറപ്പുവരുത്തേണ്ടേ? അത് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? ഉണ്ടെന്നാണ് ലാൽ പണ്ട് പറഞ്ഞത്. പലതവണ വിളിച്ചിരുന്നുവെന്നും പറഞ്ഞു. ഡ്രൈവറെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ ലാൽ അങ്ങനെ പലതവണ വിളിച്ചത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്നുമാണ് സായി കൃഷ്ണ പറഞ്ഞത്.